അംലയുടെ ഗൂസ്ബെറിയുടെ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ആൻറ്റി ഏജിങ് ആണ്. നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മൾ ഫേസിൽ വൈറ്റമിൻ സി സിറം തൂക്കണം, അല്ലെങ്കിൽ ദേഹത്ത് തൂക്കണം എന്നൊക്കെ പറയുന്ന പോലെ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അത് ഉള്ളിലേക്ക് കഴിക്കുന്നത്. നമ്മുടെ ICMR ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് ഒരു 60 mg ഒക്കെ നമുക്ക് മിനിമം വൈറ്റമിൻ സി വേണം. അതിങ്ങനെ ICMR ഗൈഡ് ലൈൻസ് മാറി മറിഞ്ഞ് വരും. എന്നിരുന്നാലും ഒരു 60 to 80 mg നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകണം. അത് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഗൂസ്ബെറി അല്ലെങ്കിൽ നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് കിട്ടും. രണ്ടാമതായിട്ടൊരു ഗുണമെന്ന് പറയുന്നത് അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. വൈറ്റമിൻ സി കണ്ടൻറ്റ് ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വൈറ്റമിൻ സി നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് തരും. അതുകൊണ്ട് തന്നെ അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫ്രീ റാഡിക്കൽസിനൊക്കെ സ്കാവൻ ചെയ്യും, നമുക്ക് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ഒക്കെ തടയുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതിന് പ്രധാനമായിട്ടും ഈ വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത് കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. ആൻറ്റി ഏജിങ് എന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. അതുപോലെ തന്നെ വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കിന്ന് ഭയങ്കര യൂത്ത്ഫുള്ളായിട്ടിരിക്കാനായിട്ട്, സ്കിൻ ഭയങ്കര ഫേം ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അയൺ അബ്സോർപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അയൺ നമുക്ക് പ്ലാന്റ് ബേസ്ഡ് അയൺ സോഴ്സിൻ്റെ അബ്സോർപ്ഷൻ, അതായത് അതിൻ്റെ ബയോ അവൈലബിലിറ്റി അത് കൂട്ടും. അയൺ കണ്ടൻറ്റ് മര്യാദയ്ക്ക് നമ്മുടെ ബോഡിയിൽ അത് അബ്സോർവ് ചെയ്യണമെങ്കിൽ ഒരു വൈറ്റമിൻ സി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ പവർ കൂടും. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത് അത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കും. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഒത്തിരി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നെല്ലിക്കയ്ക്ക് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് നമ്മുടെ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുമെന്നുള്ളത്. ഇനി ആറാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് കുറയ്ക്കും. അതായത് നമ്മുടെ മെയിനായിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ലേ, അത് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു ദിവസം 2 നെല്ലിക്ക കൂടുതൽ കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു നെല്ലിക്ക നമ്മൾ ഇപ്പോൾ ഒരു പായസം കുടിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മധുരമുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ ആ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുന്ന ആ ഗ്ലൂക്കോസ് സ്പൈക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് PCOD ഉള്ളവർക്കാണെങ്കിലും ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഈവൻ നോർമൽ ഹെൽത്തുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ ഷുഗർ സ്പൈക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഹാർട്ട് ബേൺ അല്ലെങ്കിൽ GERD പോലെയുള്ള ആൾക്കാർക്ക് ഡൈജഷൻ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എല്ലാവർക്കും അല്ല കേട്ടോ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് വെറും വയറ്റിലൊക്കെ നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് കുറച്ച് വൈറ്റമിൻ സി കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുമുണ്ട്. അപ്പോൾ പക്ഷേ കൂടുതൽ ആൾക്കാർക്കും അത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 7 ദിവസം നിങ്ങൾക്ക് അംല കഴിച്ചാൽ ഈ 7 ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടും. താങ്ക് യു.